നവീകരണം ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം നവീകരണത്തിന്റെ ഒരു അന്തസത്തയിൽ നിന്ന് സഭ വ്യതിചലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഏറെ ആളുകൾ സന്ദേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് എത്ര സംസാരിച്ചാലും ഒരളവിൽ അധികപ്പറ്റാവുകയില്ല ഉള്ളതും ഒരു കാര്യമാണ്. എന്നാൽ നാം നവീകരണത്തെ എങ്ങനെ കാണുന്നു അല്ലെങ്കിൽ സമീപിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവമായി നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു നവീകരണ വർഷം എന്നുള്ള രീതിയിൽ നമ്മൾ അംഗീകരിച്ചിരിക്കുന്നത് 1836 മുത്തപ്പനെ എടുത്ത് കണക്കിലിട്ട വർഷം അതാണ്. മലയാളത്തിൽ ഒരു തക്സ എഴുതിയൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും മലയാളം ഒരു മീഡിയമായിട്ട് ഉപയോഗിച്ച് ആദ്യമായി കുർബാന ചൊല്ലിയത് ആ വർഷമാണ്. അങ്ങനെ പല കാരണങ്ങളായ 1836 ആണ് നവീകരണ വർഷമായി പൊതുവെ നമ്മൾ അംഗീകരിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് 185 വർഷം കഴിഞ്ഞിരിക്കുന്നു. 185 വർഷം. അപ്പൊ നമ്മൾ നവീകരണത്തെ എങ്ങനെയാ കാണുന്നത്? 185 വർഷം മുമ്പ് നടന്നതായ ഒരു ചരിത്ര സംഭവം എന്ന നിലയ്ക്കാണോ, അതോ അബ്രഹാം മൽപ്പാനും ഗീവറീസ് മൽപ്പാനും അവരുടെ ഒപ്പം നിന്നവരുമായ ആൾക്കാരെ തുടക്കം കുറിച്ച ഒരു പ്രസ്ഥാനമായിട്ടാണോ നമ്മൾ അതിനെ കാണുന്നത്? കാരണം ഈ രണ്ട് കാഴ്ചപ്പാടും തമ്മിൽ ഏറെ വ്യത്യാസമുണ്ട്. വെറും ഒരു ചരിത്ര സംഭവമായിട്ട് അതിനെ കാണാം, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന്റെ ആരംഭമായിട്ടും 1836 കാണാം. നാം പൊതുവെ അംഗീകരിക്കുന്നതായ ഒരു നിലപാടെന്ന് പറയുന്നത് ഇത് കേവലം ഒരു ചരിത്ര സംഭവം മാത്രമായിരുന്നില്ല, പിന്നെയോ ഇതൊരു പ്രസ്ഥാനത്തിന്റെ ആരംഭമായിരുന്നു. അപ്പം പ്രസ്ഥാനമെന്ന് വിളിക്കപ്പെടണമെങ്കിൽ തന്നെ, ഒരു കാര്യത്തെ പ്രസ്ഥാനമെന്ന് വിളിക്കപ്പെടണമെങ്കിൽ തന്നെ അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം. കണ്ടിന്യൂറ്റി ഉള്ളതിനെ അല്ലെങ്കിൽ തുടർച്ചയുള്ളതിനെ മാത്രമേ പ്രസ്ഥാനം എന്ന് നാം പറയാറുള്ളൂ. അല്ലെങ്കിൽ എന്നാ സംഭവിക്കുന്നത്? പൗരസ്ത്യ സഭയുടെ ഒരു ഭാഗം വേർപിരിഞ്ഞൊരു സ്വതന്ത്ര സഭയായി മാറിയ സംഭവം എന്ന രീതിയിൽ നവീകരണം അങ്ങ് ന്യൂനീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നാം ആരും ആ രീതിയിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് തന്നെ എളിയവനായി ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഏതു സഭയും പ്രസ്ഥാനവും കാലക്രമേണ ആചാരനിഷ്ഠവും കുറച്ചൊക്കെ അന്ധവിശ്വാസ ജഡിലവുമായി തീരാനുള്ള സാധ്യതയുണ്ട്. കാരണം അതിൽ തന്നെ അങ്ങനെ ഒരു യാഥാർത്ഥ്യമാണ്. ലോകത്തിലെ ഏത് മതം എടുത്ത് പഠിച്ചാലും ഏത് വിശ്വാസം എടുത്ത് പഠിച്ചാലും ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇസ്രായേൽ മക്കൾക്ക് മോശയിലൂടെ ദൈവം നൽകിയതായ ന്യായപ്രമാണം ആരോഗ്യകരമായ ദൈവ മനുഷ്യ ബന്ധങ്ങളുടെയും സാമൂഹ്യ ബന്ധങ്ങളുടെയും ഒരു ഈടുറ്റ അടിസ്ഥാനമായിരുന്നു. സാമൂഹ്യപരമായിട്ട് ചരിത്രപരമായിട്ടൊക്കെ ഒരു മുന്നോട്ട് പോക്ക് അതിൽ കൂടെ ഉണ്ടായി, നമുക്ക് യാതൊരു സംശയവുമില്ല. എന്നാൽ അത് പിൽക്കാലത്ത് ദുഷിച്ചു. യേശുവിന്റെ കാലമായപ്പോഴത്തേക്കും ആ സത്തയെല്ലാം തന്നെ ചോർന്നുപോയി. ഒരളവിൽ ആ പശ്ചാത്തലത്തിലാണ് യെരുശലേം ദേവാലയത്തിൽ ചാട്ടവാറിന്റെ ഒരു സിൽക്കാര ശബ്ദം ഉയരുവാൻ ഇടയായി തീർന്നു. ഇത് ഏത് പ്രസ്ഥാനത്തെ കുറിച്ചും ഇത് യാഥാർത്ഥ്യമാണ്. മലങ്കര സഭയെക്കുറിച്ചും ഇത് യാഥാർത്ഥ്യമായിരുന്നതിനാൽ 85 വർഷങ്ങൾക്ക് മുൻപ് നവീകരണത്തിന്റെ ജ്വാല അവിടെ കത്തിക്കപ്പെട്ടു. അതിന്നും തുടരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ എന്നുണ്ടെങ്കിൽ തുടരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിനെ പിന്നോട്ടടിക്കുന്നതായ അനുഭവങ്ങളും നമ്മളുടെ സഭയിൽ തന്നെ വളർന്നു വന്നുകൊണ്ട് ഇരിക്കുന്നു. വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസത്തെയും
ആചാരങ്ങളെയും വിചാരണ ചെയ്യാനായി സന്നദ്ധമായി തീർന്ന ഒരു സമൂഹം ആണ് നവീകരണ കാഹളം മുഴക്കിയത്. ഒരു സമൂഹത്തിന്റെ ആകമാന വിശ്വാസത്തിന്റെയും ആത്മവിചാരത്തിന്റെയും ശൈലിക്ക് ഒരു ഭാഷ്യം നൽകുവാനായിട്ട് എബ്രഹാം മൽപ്പാനും ഗീവറീസ് മൽപ്പാനും സാധ്യമായി തീർന്നു. അതെങ്ങനെയാ? നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവർ പഠിക്കാനും അന്വേഷിക്കാനും, പ്രത്യേകിച്ചും ബ്രിട്ടീഷ് മിഷണറിമാർ വരുന്നു. മിഷൻ ഓഫ് ഹെൽപ്പിന്റെ ഒരു ഭാഗമായിട്ട് അവരെ പഴയ സെമിനാരിയിലെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു, പഠനങ്ങൾ ആരംഭിക്കുന്നു. പഴയ സെമിനാരിയിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള ഒരു കരിക്കുലത്തിന് തന്നെ ഒരു പൊളിച്ചെഴുത്ത് നടക്കുന്നു. വചനം കുറച്ചുകൂടെ സമീപമായിട്ട് തീരുന്നു. അതിൻ്റെ എല്ലാം കൂടെ ഫലമായിട്ടാണ് എബ്രഹാം മൽപ്പാനും ഗീവറീസ് മൽപ്പാനും കൂടുതൽ ആ മേഖലയിൽ പഠിക്കാനും അന്വേഷിക്കാനും തെറ്റുകൾ കണ്ടെത്താനും തിരുത്താനും ഒക്കെ അവർ തയ്യാറായത്. എന്നാൽ ഇന്ന് നാം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ നവീകരണം ഏത് തലത്തിലാണ് എത്തി നിൽക്കുന്നത് എന്ന്. ഈ ചോദ്യം നമ്മൾ ഗൗരവമായിട്ട് ഉന്നയിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നവീകരണ ചൈതന്യം പതുക്കെ പതുക്കെ കെട്ടുപോവുകയാണോ ചെയ്യുന്നത്, അതോ കൂടുതൽ ശോഭയോടെ ജ്വലിച്ചുയരുകയാണോ ഇവിടെ നടക്കുന്നത്? തുറന്ന വേദപുസ്തകമാണ് നവീകരണ സഭയുടെ വ്യതിരക്തത എന്ന് ഭാഗ്യസ്മരണീയനായ യോഹന്നാൻ മാർത്തോമ്മ പ്രസ്താവിക്കുകയുണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് വീണ്ടും പരാമർശം വരുന്നുണ്ട് എൻ്റെ ഈ ഒരു പ്രഭാഷണത്തിൽ. എന്നാൽ ഇന്ന് നാം നമ്മോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. സമകാലീന ചരിത്ര മുഹൂർത്തങ്ങളിൽ വേദപുസ്തക സത്യങ്ങളെ നമ്മളുടെ ജീവിതവുമായി ഒന്ന് സമന്വയിപ്പിക്കാൻ കഴിയുന്ന ഒരു വിശ്വാസ ജീവിതത്തിന്റെ ധന്യത കേവലം വിശ്വാസത്തെ ഏറ്റുപറച്ചിലുകളായി കൊണ്ടു നടക്കുക എന്നുള്ളതല്ല. വിശ്വാസ ജീവിതത്തിന്റെ ഒരു ധന്യത ആനുകാലികമായ ജീവിതാനുഭവങ്ങളിൽ വെളിപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? ഇത് വളരെ ഗൗരവമായ ഒരു ചോദ്യമാണ്. നിരന്തരം നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ദൈവത്തെക്കുറിച്ച് തന്നെ വേദപുസ്തകം തരുന്ന ഒരു കാഴ്ചപ്പാടെന്നാ? വെളിപ്പാട് 21:5 പറയുന്നത്, ഞാൻ സകലത്തെയും പുതുതാക്കുന്നു, അല്ലെങ്കിൽ സകലത്തെയും പുതുതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെയാണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്നത്. ആ പുതുതാക്കൽ പ്രക്രിയയിൽ നാമും നമ്മളുടെ വിശ്വാസ സമൂഹവും പങ്കുചേരുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ തുടർ നവീകരണം നടന്നുകൊണ്ടേ ഇരിക്കും, അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കും. അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ മുമ്പേ പറഞ്ഞ രീതിയിലുള്ളതായ ഒരു ഉൾച്ചേരൽ അല്ലെങ്കിൽ ഒരു പങ്കുചേരൽ സംഭവിക്കുന്നില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. വേദപുസ്തകം നൽകുന്നതായിട്ടുള്ള ദൈവത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് വിശദീകരിക്കേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരും ഏറെ വായനയും അറിവും ഈ മേഖലയിലൊക്കെ ഒരു എക്സ്പോഷറും ഉള്ള ആൾക്കാരാണ്. ഒരാളിൽ അതിൻ്റെതായിട്ടുള്ള ഒരു അങ്കലാപ്പ്, പ്രത്യേകിച്ചും ബാംഗ്ലൂരിലെ അച്ഛനെ പോലെയും സമാനമായ തലത്തിൽ അൽമായരാണെങ്കിലും ആ തലത്തിൽ തന്നെ ഉള്ളവരായ ആൾക്കാരെ മുമ്പിലുള്ള വേദപുസ്തകത്തിലെ ദൈവം ഒരു സ്റ്റാറ്റിക്കായിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങ് വിറങ്ങലിച്ചു പോയ നിഷ്ക്രിയനായിട്ടുള്ള ഏതാണ്ടൊരു പ്രതിമ കണക്കെ രൂപപ്പെട്ടതായിട്ടുള്ള ഒരു ദൈവമല്ല. പകരം വേദപുസ്തകത്തിലെ ദൈവം ഏറെ കർമ്മനിരതനായിട്ടുള്ള ദൈവമാണ്. നോട്ട് എ സ്റ്റാറ്റിക് ഗോഡ് ബട്ട് എ ഡൈനാമിക് ഗോഡ്. ദൈവത്തെക്കുറിച്ച് തന്നെ വേദപുസ്തകം വളരെ തിയോളജി, ഞാൻ സിസ്റ്റമാറ്റിക് തിയോളജി പഠിച്ച ഒരാളല്ലെങ്കിലും കുറച്ചൊക്കെ വായനയിലൂടെ പലതും മനസ്സിലാക്കിയിട്ടുണ്ട്. ദൈവത്തെക്കുറിച്ച് തന്നെ വേദപുസ്തകം തരുന്നതായിട്ടുള്ള ഒരു റെവലേഷൻ എന്ന് പറയുന്നത്, അതിനെ വിശേഷിപ്പിക്കുന്നത് പ്രോഗ്രസീവ് റെവലേഷൻ ഓഫ് ഗോഡ് എന്നുള്ള. കാരണം പലരും ഉന്നയിക്കുന്നതാണ് ചോദ്യമായത്. കാരണം പഴയ നിയമത്തിലെ ദൈവവും
യേശുക്രിസ്തു വെളിപ്പെടുത്തിയതായ പിതാവായ ദൈവവും ഏറെ വിഭിന്നനാണെന്ന് അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോൾ നമ്മൾ പറഞ്ഞു പോകും. പക്ഷേ അവിടെ ദൈവശാസ്ത്രപരമായിട്ട് നമുക്ക് കിട്ടുന്നതായ മറുപടി അല്ലെങ്കിൽ ഒരു ഉത്തരവെന്ന് പറയുന്നത് വേദപുസ്തകം തന്നെ ദൈവത്തെക്കുറിച്ച് നടത്തുന്നതായിട്ടുള്ള ഈ വെളിപ്പെടുത്തലുകൾ എന്ന് പറയുന്ന ഒരു പ്രോഗ്രസീവായിട്ടുള്ളതായ വെളിപ്പെടുത്തലുകളാണ്. അതുകൊണ്ടാണ് പ്രത്യേകിച്ചും പുറപ്പാട് പുസ്തകത്തിൽ ദൈവത്തെ തന്നെ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരിടത്ത് കുടികൊള്ളുന്ന, അന്നത്തെ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ ദൈവം ചിലയിടത്ത് കുടികൊള്ളുന്ന ദൈവം എന്നുള്ളതാണ്. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായിട്ട് സഞ്ചരിക്കുന്ന, ജനത്തോടൊപ്പം സഞ്ചരിക്കുന്ന ദൈവം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്. ആൻ ഇവോൾവിംഗ് ഗോഡ്. വിശ്വാസത്തിലും നമ്മുടെ ജീവിതത്തിലും ആയിത്തീരല് ആവശ്യമായിരിക്കുന്നത് പോലെ തന്നെ ദൈവത്തെ മനസ്സിലാക്കുമ്പോൾ ഈ പ്രോഗ്രസീവായ ഒരു റെവലേഷൻ ഇത് വളരെ ഗൗരവമായിട്ട് നാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ തുടർ നവീകരണം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് നമുക്ക് സംഭവിച്ചിരിക്കുന്ന പ്രശ്നമല്ല, നിലനിൽക്കുന്നതായ സഭ, അത് മർത്തോമാ സഭ ഉൾപ്പെടുക, ഇത് കേവലം മർത്തോമാ സഭയുടെ മാത്രം പ്രശ്നമല്ല, ഇതെല്ലാ സഭകളുടെയും പ്രശ്നമാണ്. സഭകൾ കേവലം സമുദായങ്ങളായി അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മൾ ക്രിട്ടിക്കലായിട്ട് ഒരു വിമർശനാത്മകമായിട്ട് ചിന്തിക്കാച്ചാൽ എല്ലാവരും അംഗീകരിക്കും. ഇവിടെ ഒത്തിരി മതസംഘടനകളുണ്ട്, സമുദായങ്ങളുണ്ട്, സമൂഹങ്ങളുണ്ട്. അതിലൊന്നെന്നുള്ളതായ രീതിയിലേക്ക് അങ്ങ് ജീവനും ചൈതന്യവും എല്ലാം ഒട്ടേറെ കൈമോശം വന്ന് അങ്ങ് താണുകൊണ്ടിരിക്കുക. ഇവിടെ ഒരു ശരിയായുള്ള ദൈവബോധത്തിലും വചനബോധത്തിലും അടിസ്ഥാനപ്പെട്ട് നിൽക്കുന്നതായ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ തുടർ നവീകരണത്തിന്റെ ബാധ്യത നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്നത്തെ സഭകൾക്ക്, അത് നമ്മുടെ സഭ ഉൾപ്പെടെ സഭകൾക്ക് മുമ്പേ പറഞ്ഞതായ ദൈവത്തെ സംബന്ധിക്കുന്നതായ കാഴ്ചപ്പാടിനോടോ അതിൽ നിന്ന് ബന്ധപ്പെട്ട് തിരുത്തപ്പെടേണ്ട, രൂപാന്തരപ്പെടേണ്ട അല്ലെങ്കിൽ ഏറെ മാറ്റങ്ങൾ ഉൾക്കൊള്ളേണ്ട അല്ലെങ്കിൽ നവീകരിക്കപ്പെടേണ്ടതായ ഒരു വിശ്വാസ അനുഭവങ്ങളെ വെളിപ്പെടുത്തുവാനായിട്ട് സാധിക്കാതെ പോകും. അവിടെയാണ് തുടർ നവീകരണത്തിന്റെ ഒരു ബാധ്യത ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു വെല്ലുവിളി ഉണ്ടാകും. എന്നാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ പറയുന്ന ആളുടെ തുടർ നവീകരണം ആചാരങ്ങളുടെ തലത്തിലല്ല. ഒരു കാലത്തുണ്ടായതായ നവീകരണത്തിൽ വിശ്വാസത്തിന്റെ തലം ഉണ്ടായിരുന്നു, ഇല്ലെന്ന് പറയാൻ ഒക്കുകയില്ല. എന്നാൽ കൂടുതലും ആചാരങ്ങളിൽ വന്നതായ മാറ്റം അത് ആവശ്യമായിരുന്നു, വളരെ ആവശ്യമായിരുന്നു, യാതൊരു സംശയവുമില്ല. കാരണം യഥാർത്ഥ ദൈവസത്തെയും യഥാർത്ഥ വിശ്വാസ സത്തെയും വികലമാക്കുന്ന രീതിയിലുള്ളതായ ആചരണങ്ങളായിരുന്നു നമ്മൾ പലതും നടത്തിക്കൊണ്ടിരുന്നത്. യേശുക്രിസ്തുവിനെ തന്നെ അവതരിപ്പിക്കുന്നതായ രീതിയിൽ തന്നെ ഏറെ പാളിച്ചകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ജസ്റ്റ് ഒരു കുദാശകളാണെങ്കിലും അതുപോലുള്ളതായ കാര്യങ്ങളാണെങ്കിലും വളരെ യാന്ത്രികമായ രീതിയിൽ, രസകരമായ ഒരു കാര്യമാണ്, നവീകരണ പോർക്കളത്തിലെ കാഹളം എന്ന് പറയുന്നതായ പുസ്തകത്തിൽ അന്നത്തെ സഭയെക്കുറിച്ച് അത് റെസിഡന്റിനെ സമർപ്പിച്ചതായ 12 പട്ടക്കാർ ചേർന്ന് എഴുതി വെച്ചിരിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ, സമയത്തിന്റെ പരിമിതി കൊണ്ട് അതിലേക്ക് പോകുന്നില്ല. എന്നാൽ അതിൽ നിന്നെല്ലാം അന്ന് അവർ പുറത്തു കടന്നിട്ടാണ് നവീകരണം മുൻപോട്ട് പോയത്. എന്നാൽ ഇന്ന് വീണ്ടും ഈ രീതിയിലുള്ളതായ ഒരു അവസ്ഥ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നുവോ എന്ന് നാം സന്ദേഹിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ തന്നെ സഭയായിട്ട് തന്നെ നാം വെച്ചു പുലർത്തുന്നതായ ഒരു മൂല്യബോധം എന്താ? ഏതാണ്ടൊരു മധ്യവർഗ താല്പര്യത്തിൽ നിന്നും സംസ്കാരത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതായ ഒരു മൂല്യബോധമാണ് നാം ഇന്ന് സഭയായിട്ട് തന്നെ വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ വികലമായിട്ടുള്ള ഒരു അസ്തിത്വ ബോധമാണ്
നമ്മെ ഭരിക്കുന്നത്. സമുദായത്തിന്റെ ഘടനാപരമായ വളർച്ചയും നിലനിൽക്കുന്ന ഘടനകളുടെ പരീക്ഷയും മാത്രമാണ് ഏറെ പരിഗണിക്കപ്പെടുന്നതായിട്ടുള്ള വിഷയങ്ങൾ. ഏതിൻ്റെ എല്ലാം നിഷേധവും നിർമാർജനവും യേശു ഉന്നം വെച്ചുവോ അവയുടെ എല്ലാം പരിരക്ഷകരായി അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നാം അധപതിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കുവാനായിട്ട് ഒക്കെയില്ല. അവിടെ സഭയുടെ സ്വഭാവത്തെയും സത്യത്തെയും കുറിച്ചുള്ള ഒരു ആദർശപരമായിട്ടുള്ള അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് തുടർ നവീകരണം സംബന്ധിച്ച ചിന്തകൾ രൂപപ്പെടുത്താനൊക്കെ ഉള്ളൂ, ദർശനങ്ങൾ രൂപപ്പെടുത്താനൊക്കെ ഉള്ളൂ. അതിനാവശ്യമായുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ടും സാധിക്കുകയുള്ളൂ. സഭയെക്കുറിച്ച് തന്നെ നമുക്ക് ലഭിക്കുന്നതായുള്ള ദർശനം എന്താണ്? അത് യേശുക്രിസ്തുവിന്റെ തുടർച്ചയും യേശുക്രിസ്തുവിന്റെ ദേഹധാരണത്തിന്റെ തുടർച്ചയും വ്യാപനവുമാകുന്നു എന്നുള്ളതായ കാഴ്ചപ്പാടാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജഡധാരണത്തിന്റെ തുടർച്ചയും വ്യാപനവുമായി സഭയെ കാണുമ്പോൾ ഇന്ന് കാണുന്നതായ സഭയിലുള്ളതായ കാര്യങ്ങളെ ഒന്നും നമുക്ക് അംഗീകരിക്കാനായിട്ട് ഒന്നുമെന്ന് പറയാൻ ഒക്കില്ല. കാര്യങ്ങളെ എല്ലാം നമുക്ക് അംഗീകരിക്കാനോ ആശീർവദിക്കാനോ സാധിക്കില്ല. ലോകത്ത് ആദ്യമായി സ്ത്രീ പുരുഷ സമത്വം അംഗീകരിച്ചവനായിരുന്നു യേശുക്രിസ്തു. അതിനു മുമ്പേ യേശു അംഗീകരിച്ച രീതിയിൽ സ്ത്രീ പുരുഷ സമത്വം അന്വേഷിച്ച അല്ലെങ്കിൽ അംഗീകരിച്ചതായ അതനുസരിച്ച് പ്രവർത്തിച്ചതായ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നാണ് ചരിത്രപരമായ ഒരു അന്വേഷണം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. എന്നാൽ ഇന്നെന്താ സംഭവിച്ചിരിക്കുന്നത്? ക്രൈസ്തവ സഭകൾ ഈ സഭകൾ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ പിന്തുടർച്ച അവകാശപ്പെടുന്ന സഭകൾ, പ്രത്യേകിച്ചും നവീകരിക്കപ്പെട്ടതായ മാർത്തോമാ സഭ, ഈ 21-ാം നൂറ്റാണ്ടിലും സ്ത്രീകളെ മധുബായിൽ കയറ്റുവാൻ മടിച്ചു നിൽക്കുന്നതായിട്ടുള്ള ഒരു ചിത്രമാണ് നമ്മളുടെ മുമ്പിൽ ഉള്ളത്. നവീകരണം ആരംഭിച്ച സമയത്ത് ഒത്തിരി പരിമിതികളോടുകൂടി ആരംഭിച്ചത്. കാരണം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ തികച്ചും ബാല്യത്തിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, മുമ്പിൽ പുരുഷന്മാരും, പള്ളിയിൽ ചെന്നാൽ മുമ്പിൽ പുരുഷന്മാരും അതിൻ്റെ പുറകിൽ സ്ത്രീകളും. കുർബാന കൊള്ളുകയാണെങ്കിൽ ആദ്യം പുരുഷന്മാർ കുർബാന കൊള്ളുന്നു, അത് കഴിഞ്ഞ് സ്ത്രീകൾ കുർബാന കൊള്ളുന്നു. യോഹന്നാൻ മാർത്തോമായുടെ കാലത്താണ് ഇതിനൊക്കെ എങ്കിലും കുറച്ചെങ്കിലും മാറ്റം ഉണ്ടായത്. പക്ഷേ അദ്ദേഹം ഏതൊരു ലക്ഷ്യത്തോടു കൂടി ആ മാറ്റങ്ങൾക്ക് ആരംഭം കുറിച്ചുവോ ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്ന രീതിയിൽ അതിനെ തുടർന്നു കൊണ്ടുപോകുവാനായിട്ട് പിന്നെ വന്ന നേതാക്കന്മാർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു നഗ്നമായിട്ടുള്ള സത്യം. ഒരുപക്ഷേ അദ്ദേഹത്തിന്റെ ആത്മാവിൽ നാം തുടർന്നിരുന്നുവെങ്കിൽ ഇതിനകം തന്നെ സ്ത്രീകൾ പട്ടക്കാരാക്കപ്പെടുമായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. കാരണം എളിയവനായ എൻ്റെ ജീവിതത്തിൽ അവസാന നാളുകളിലാണ് അദ്ദേഹവുമായി ഞാൻ പരിചയത്തിൽ വരുന്നതെങ്കിലും കാരണം ഞാൻ അപ്പോഴാണ് വിദ്യാഭ്യാസം കഴിഞ്ഞ് കോളേജിലൊക്കെ കയറി സഭയിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു കാലഘട്ടം രൂപപ്പെടുന്നത്. പക്ഷെ അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടമായിരുന്നു. പക്ഷെങ്കിൽ ഇങ്ങനെയുള്ളതായ കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹത്തിനുണ്ടായിരുന്നതായ കാഴ്ചപ്പാടുകൾ കുറച്ചൊക്കെയും നേരിട്ട് തന്നെ മനസ്സിലാക്കി എടുക്കുവാനായിട്ട് കഴിയുമായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ഓർമ്മകളിലും കുറിപ്പുകളിലും ഒക്കെ ഇഷ്ടംപോലെ അത് സംബന്ധിച്ചുള്ളതായ പരാമർശങ്ങൾ ഉണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ അദ്ദേഹം പറഞ്ഞു വെച്ചതിൽ നിന്ന് പുറകോട്ട് പോയി പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ സ്ത്രീകളെ സംബന്ധിച്ച് മാത്രമല്ല, പട്ടത്വത്തെയും പൗരോഹിത്യത്തെയും സംബന്ധിച്ച് ഏറെ അദ്ദേഹം കണ്ടതായ കാഴ്ചപ്പാടും അദ്ദേഹം മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടിൽ നിന്ന് ഏറെ പുറകോട്ട് പോകുവാനായിട്ടാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാർത്തോമാ സഭ ഒരിക്കൽ പോലും പട്ടത്വത്തെ പൗരോഹിത്യമായിട്ട് കണ്ടിട്ടില്ല. അത് മാർത്തോമാ സഭയുടെ ഭരണഘടന ശരിയായിട്ടും വായിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യോഹന്നാൻ മാർത്തോമാ
പ്രത്യേകിച്ചും ഈ സത്യം പഥ്യം കോണ്ടക്സ്റ്റിൽ ഇത് സംബന്ധിച്ച് ഏറെ ചർച്ചകളും ഏറെ സർക്കുലറുകളും ഒക്കെ വെളിയിൽ വന്നതായ സാഹചര്യങ്ങളുണ്ട്. വളരെ വസ്തുനിഷ്ഠമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കേവലം യുഹാൻ മാർത്തോമ്മ മാത്രമല്ല, അന്നുണ്ടായിരുന്ന യുഹാൻ മാർത്തോമ്മയും അദ്ദേഹത്തിന്റെ ആയിരുന്നതായിട്ടുള്ള മാത്യൂസ് മാർ അത്തനേഷ്യസ് മെത്രാച്ചനും കൂടെ ചേർന്ന് പുറപ്പെടുവിച്ചതായ ജോയിന്റ് സർക്കുലറിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. മുൻപോട്ട് പോകുമ്പോൾ ചില പരാമർശങ്ങൾ ചെയ്യേണ്ടതായിട്ടും വരും. എന്നാൽ ഇന്ന് അതെല്ലാം ആകെ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ സുറിയാനി നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സുറിയാനി നമ്മുടെ സഭയിൽ തന്നെ സുറിയാനി സഭ എന്നുള്ളതായ സൂചന വരുന്നത് ഒരു പ്രത്യേക ചരിത്ര സാഹചര്യത്തിൽ നിന്നാണ്. ഇവിടെ പോർട്ടുഗീസുകാർ വരുന്നു. ആദ്യം അവരുടെ മേധാവിത്വത്തിന്റെ കീഴിൽ സഭ പോലും ഇടയ്ക്ക് അവരാൽ ഹൈജാക്ക് ചെയ്യപ്പെടുന്നു. കൂനംകുരിശ് സത്യത്തോടുകൂടി ഒരു വിഭാഗം വീണ്ടും ആ നുഖത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് ഒരു പഴയ മലങ്കര സുറിയാനി സഭയുടെ സ്വത്വത്തിലേക്ക് തിരികെ വരുന്നു. അപ്പോൾ മലങ്കര സഭയിൽ തന്നെ സുറിയാനി, ഈ പറയുന്ന സുറിയാനി എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ജാതി സങ്കല്പമോ അല്ലെങ്കിൽ വർഗസങ്കല്പമോ ഒന്നും അല്ല. ഈ സുറിയാനി ആരാധനാ പാരമ്പര്യം പുലർത്തിയിരുന്ന ആൾക്കാരെയും പോർട്ടുഗീസുകാർ ഇവിടെ സന്നിവേശിപ്പിച്ചതായ ലാറ്റിൻ ഭാഷയിലുള്ള ലാറ്റിൻ ആരാധനാ പാരമ്പര്യം പുലർത്തിയിരുന്ന ആൾക്കാരെയും ഒന്ന് വേർതിരിച്ച് മനസ്സിലാക്കുവാനായിട്ട് 18-ാം നൂറ്റാണ്ടിൽ ഈ പോർട്ടുഗീസുകാർക്ക് ശേഷം ഡച്ചുകാർ ഇവിടെ കുറച്ചു കാലം ആധിപത്യം പുലർത്തി, ബ്രിട്ടീഷുകാരുടെ കാലത്തിന് മുമ്പ്. അന്ന് കൊച്ചിയിലെ ഗവർണറായിരുന്നതായ വാൻ മൂൺസ് എന്ന് പറയുന്നതായിട്ടുള്ള അദ്ദേഹമാണ് സുറിയാനിക്കാരെന്നും ലത്തീൻകാരെന്നുള്ളത്. എന്ന് പറഞ്ഞാൽ സുറിയാനിയിൽ ആരാധിക്കുന്നവരും ലത്തീനിൽ ആരാധിക്കുന്നവരും. പക്ഷേ ഇന്ന് എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ ഭാഷാപരമായ കാര്യത്തിന്റെ പേരിൽ വന്നതായിട്ടുള്ള ആ പദപ്രയോഗം ഇന്ന് അറിഞ്ഞോ അറിയാതെയോ ഇതൊരു വർഗ സ്വഭാവമായിട്ട്, ഒരു വർഗ മാതൃകയായിട്ടങ്ങ് തീർന്നിരിക്കുക. സിറിയൻസ് കൂടിയവര്, അല്ലാത്തവരെല്ലാവരും കുറഞ്ഞവര്. അങ്ങനെ ഒന്നും സ്വപ്നം പോലും കാണാനുള്ള യാതൊരു സാധ്യതയും മുമ്പേ പറഞ്ഞ രീതിയിലുള്ളതായ ആ വേർതിരിവിന്റെ ഒരു അടിസ്ഥാനമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. മാത്രമല്ല, ഇപ്പൊ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കി, സഭ അതെല്ലാം കഴിഞ്ഞിട്ട് ഏറെ മുന്നോട്ട് പോയിട്ട് ഇന്ന് അംഗസംഖ്യയിൽ ഈ ഔദ്യോഗികമായിട്ട് സഭ പെരുപ്പിച്ച് കാണിക്കുന്ന 15 ലക്ഷം ഒന്നുമില്ല. അതിന്റെ പകുതി പോലും കാണുമെന്ന് എന്നെ പോലെ ഒരാൾ ചിന്തിക്കുന്നുമില്ല. സംഖ്യാപരമായിട്ട് നമ്മൾ പരിമിതിയുള്ളവരാണ്, ഒത്തിരി കുറവുള്ളവരാണ്. പക്ഷെങ്കിൽ നമ്മളുടെ സഭയിൽ നിന്ന് ആഗോളമായി വ്യാപിച്ചു കഴിഞ്ഞിരിക്കുക. സുറിയാനി മാത്രമല്ല ആരാധനാ ഭാഷ, ഇന്ത്യയിലും വിദേശത്തുമൊക്കെ ഉള്ളതായ ഭാഷകളിൽ എല്ലാം ആരാധനകൾ നടക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഇന്നും നമ്മൾ അന്ന് ആരാധന ഭാഷയുടെ പേരിൽ ആരംഭിച്ചതായ ആ വിശേഷണവും കൊണ്ട് നടക്കുക. എന്നിട്ട് ഇതൊരു വർഗ പാരമ്പര്യമാണ് എന്നുള്ള ഒരു ബോധം ജനിപ്പിക്കുവാൻ പോലും അറിഞ്ഞോ അറിയാതെയോ ശ്രമം നടക്കുന്നുണ്ട് എന്ന് പറയേണ്ടി വരും. ഇത് മാത്രമാണോ? ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 60-70 വരെ നമ്മുടെ ജീവിതമൊക്കെ വളരെ പരിമിതിയുള്ളതായിരുന്നു. കാരണം ഗൾഫ് എക്സ്പോഷറോ അമേരിക്കൻ എക്സ്പോഷറോ യൂറോപ്യൻ എക്സ്പോഷറോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ ഉള്ളത് കൊണ്ടൊക്കെ ഇങ്ങനെ പൊത്തുവരുത്തപ്പെട്ട, അല്ലെങ്കിൽ കേരളത്തിന് വെളിയിൽ വടക്കേ ഇന്ത്യയിലേക്ക് ജോലിക്ക് വേണ്ടി ഞാൻ തന്നെ അങ്ങനെ പോയി ജോലി ചെയ്ത് സമാന്തരമായിട്ട് ഇന്ററും BA MA എല്ലാം പഠിച്ച് നല്ല രീതിയിൽ പാസ്സായിട്ട് തിരികെ വന്ന് കോളേജിൽ പ്രവേശിച്ച ഒരു വ്യക്തി ഈ പറയുന്ന എളിയവൻ തന്നെ. അത്രമേ ഉള്ളായിരുന്നു വളർച്ച. പക്ഷെങ്കിൽ പിന്നെയാണ് അഭൂതപൂർവമായ സാമ്പത്തിക വളർച്ച ഉണ്ടായത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചിരിക്കുന്നു? ഇന്ന് നമ്മുടെ സഭയിൽ ഒരു വർഗ സ്വഭാവം തന്നെ കടന്നുകൂടിയിരിക്കുന്നു. ഒരു വർഗ സ്വഭാവം തന്നെ. യേശുക്രിസ്തുവിന്റെ മനോഭാവങ്ങൾക്കോ
യേശു മുന്നോട്ട് വെച്ചതായ സുവിശേഷത്തിനോ അല്ലെങ്കിൽ നവീകരണ ദർശനത്തിൽ തന്നെ നമ്മൾ ഉൾക്കൊണ്ടതായിട്ടുള്ള കാഴ്ചപ്പാടുകൾക്കോ ഒക്കെ വിഭിന്നമായിട്ടുള്ളതായ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ആദിമസഭയെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആദിമസഭയിൽ വ്യത്യസ്ത ശുശ്രൂഷ സ്ഥാനികൾ ഉണ്ടായിരുന്നു, വ്യത്യസ്ത ശുശ്രൂഷ ശ്രേണികൾ ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഒക്കില്ല. കാരണം അവരെല്ലാവരും സാഹോദര്യ ബോധത്താൽ കെട്ടപ്പെട്ടവരായിരുന്നു. നമുക്കറിയാം, ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ ഒരു ആർച്ച് ബിഷപ്പെന്നോ അല്ലെങ്കിൽ പോപ്പിനോ സമാനമായ സ്ഥാനമുള്ള ആളായിരുന്നു പൗലോസ്, വിശുദ്ധ പൗലോസ്. സഭകൾ സ്ഥാപിച്ചവനും അവയൊക്കെ വളർത്തിയെടുത്തവനും. അദ്ദേഹം ഓരോ സഭയിൽ ചെന്നതിന് ശേഷവും പിരിഞ്ഞു പോകുമ്പോൾ ജനങ്ങൾ എങ്ങനെയായിരുന്നു അദ്ദേഹത്തെ യാത്ര അയച്ചിരുന്നത്? കെട്ടിപ്പിടിച്ച് കരഞ്ഞു വിളിച്ചാണ് യാത്ര അയച്ചിരുന്നത്. ഇന്ന് ചിലപ്പോൾ ആശ്ചര്യമായിട്ട് അതിലേക്കൊന്നും തിരിച്ചു പോകാൻ സാധിക്കുകയില്ലായിരിക്കാം. പക്ഷെങ്കിൽ ഇതെല്ലാം ഉള്ളിന്റെ ഉള്ളിൽ രൂപപ്പെട്ടിരുന്നതായിട്ടുള്ള ഒരു അനുഭവത്തിന്റെ വെളിപ്പെടുത്തലായിരുന്നു. അതിന് യാതൊരു സംശയമില്ല. കാരണം വെളിയിൽ വരുന്നതെല്ലാം ഹൃദയത്തിന്റെ ഭാഷ്യങ്ങളാണ്. ഇപ്പം യേശുവിനെ കുറിച്ച് തന്നെ പറയുന്ന ബൈബിള് നമ്മളൊന്ന് ആത്മാർത്ഥമാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് തന്നെ ബൈബിൾ പറയുന്ന ഒരു യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 20-ാം വാക്യത്തിലുണ്ട്. യോഹന്നാനെ കുറിച്ച് പറയുന്നതെന്നറിയാമോ? അത്താഴത്തിൽ യേശുവിന്റെ മാർവോട് ചാരി ഇരുന്നവൻ ഇവനാണെന്നാ പറയുന്നത്. നമുക്ക് സ്വപ്നം കാണാൻ ഒക്കുമോ ഈ കാര്യം? യേശുവിന്റെ മാർവോട് ചാരി ഇരിക്കാൻ തൻ്റെ ശിഷ്യന് അനുവാദം കൊടുത്തവനായിട്ടുള്ള ഒരു യേശുവാണ് നമ്മുടെ മാതൃകാപുരുഷൻ. മാത്രമല്ല യേശു തന്നെ നമുക്കറിയാം, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 35 തൊട്ട് 45 വരെയുള്ള വാക്യങ്ങളിൽ ഈ അധികാരത്തെയും സ്ഥാനത്തെയും കുറിച്ചൊക്കെയുള്ള ഒരു കടിപിടിയും ചർച്ചയും നടത്തുന്ന കഴിയുമ്പോൾ യേശു അവരോട് പറയുന്നതായ വാക്യങ്ങളാണ് മർക്കോസ് 10:35 മുതൽ 45 വരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ഭാഗം വായിച്ചാൽ മതി. കാരണം നമ്മൾ മനസ്സിരുത്തി വായിച്ചാൽ, പ്രത്യേകിച്ച് അവിടെ അത് സമാപിപ്പിക്കുന്നത് യേശു പറയുന്നതെന്നറിയാമോ? മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷ ചെയ്യിക്കുവാനായിട്ടല്ല, പിന്നെയോ ശുശ്രൂഷ ചെയ്യുവാനായിട്ടാ. എന്നിട്ട് ആ ശുശ്രൂഷയുടെ അന്തം എന്തുവാ? തൻ്റെ ജീവനെ ഈ ശുശ്രൂഷയിൽ മറുവിലയായിട്ട് കൊടുക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. അതായിരിക്കണം നിങ്ങളുടെ നേതൃത്വ സങ്കല്പ പാരമ്പര്യം എന്നാണ് താൻ പറയുന്നത്. വിശുദ്ധ പത്രോസ് 12 പേരിൽ എപ്പോഴും മുൻപിൽ നിന്നതായ വ്യക്തിയാണ്. അദ്ദേഹം എഴുതിയ ലേഖനം 1 പത്രോസ് 5:1-4 വരെ നമ്മളൊന്ന് വായിച്ചു നോക്കണം. സ്വയം വിശേഷിപ്പിക്കുന്നത് തന്നെ നിങ്ങളിൽ ഒരു മൂപ്പനും യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കാളിയുമായ ഞാൻ എഴുതുന്നത്. താൻ തൻ്റെ കൂട്ടുമൂപ്പന്മാർക്കാണ് എഴുതുന്നത്. അല്ലാതെ ഇന്ന് നമ്മൾ കാണുന്ന ഒരു സഭയുടെയും ഇന്ന് നമ്മൾ കാണുന്ന ഈ ശ്രേണീബദ്ധമായ ഒരവസ്ഥ വേദപുസ്തകം ഒരിക്കലും നൽകുന്നില്ല. ഇതൊക്കെ സംഭവിക്കുന്നത് റോമനൈസേഷന്റെ കാലഘട്ടത്തിന് ശേഷമാണ്. റോമനൈസേഷന്റെ കാലഘട്ടം, കോൺസ്റ്റന്റൈന്റെ ക്രിസ്തു സഭയിലേക്ക് മാനസാന്തരപ്പെട്ടു. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളെയല്ല. കാരണം അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതായുള്ള ദർശനത്തെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വെള്ള തുണിയേൽ കുരിശ് ഖചിതമായിട്ടുള്ള കൊടിയും ആ കൊടിയുടെ കീഴിൽ യുദ്ധം ചെയ്ത് രാജ്യങ്ങൾ പിടിച്ചടക്കുവാനുള്ള നിയോഗവും ഇതൊരിക്കലും യേശുക്രിസ്തുവിന്റെ ആത്മാവിൽ രൂപപ്പെട്ടതായ ഒരു സ്വപ്നമേ അല്ല. ഇനി സമയമില്ലാത്തതുകൊണ്ട് സൈക്കോളജിക്കലായിട്ട് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാനായിട്ട് സാധിക്കും. അത് ഡ്രീം അനലൈസിസ് ശരിയായിട്ടും പഠിച്ചാൽ മതി. ഫ്രോയിഡ് മുന്നോട്ട് വെച്ചതായുള്ള ഡ്രീം അനലൈസിസ് സിദ്ധാന്തം ശരിയായിട്ട് പഠിച്ചാൽ മതി. നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സമയത്തിന്റെ പരിമിതി കൊണ്ട് അതിനെ വിശദീകരിക്കാനായിട്ട് പോകുന്നില്ല. ഒരളവിൽ അതിനെല്ലാം ശേഷം ആണ് മാറ്റങ്ങൾ ഇങ്ങനെ ദ്രുതഗതിയിൽ നടന്നത്. ശുശ്രൂഷയും സേവനവും എന്നൊരു കാഴ്ചപ്പാടിന്റെ ആ സ്ഥലത്ത് എന്ത് രൂപപ്പെട്ടു? അധികാരവും ഭരണവും എന്നുള്ളതായ കാഴ്ചപ്പാട് രൂപപ്പെട്ടു. അധികാരവും ഭരണവും, ശുശ്രൂഷയും സേവനവും. സ്വാഭാവികമായിട്ടും ആ സേവനത്തിൽ ശുശ്രൂഷയിൽ സഹനമുണ്ട്. അതിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്നു. കാരണം ആദിമ
വിശ്വാസ നേതാക്കൾ ആരും തന്നെ ആകെ സ്വാഭാവിക മരണം ഭരിച്ചവനായി നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യോഹന്നാനെ കുറിച്ച് മാത്രമാണ്. ബാക്കി എല്ലാവരും രക്തസാക്ഷികളായെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ആ രക്തസാക്ഷികളുടെ മാതൃകയായി ആയിരിക്കണമായിരുന്നു ഇവിടുത്തെ നേതൃത്വ മാതൃക. പക്ഷെ എന്നുണ്ടെങ്കിൽ അതല്ല സംഭവിച്ചത്. റോമനൈസേഷന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടതായിട്ടുള്ള ഈ റോമൻ മതത്തിലും റോമൻ സംസ്കാരത്തിലുമൊക്കെ ഉണ്ടായിരുന്നതായ കാര്യങ്ങളാണ് ഇങ്ങോട്ട് പകർത്തപ്പെട്ടത്. പ്രത്യേകിച്ചും കത്തോലിക്ക സഭയുടെ അവര് ഇപ്പോഴും കർദിനാൾമാരെ കുറിച്ച് പറയുന്നതല്ല, അവരുടെ രാജകുമാരന്മാരെന്നാണെന്ന. കർദിനാൾമാര് സഭയുടെ രാജകുമാരന്മാരാണെന്ന. അങ്ങനെയൊന്നും പറയുന്നില്ലെങ്കിലും ഏതാണ്ട് സമാനമായ ചിന്ത നമ്മളുടെ ഒക്കെ ഒരു സംസ്കാരത്തിലുണ്ട്, യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ പട്ടത്വത്തിൽ അന്തർലീനമായിരിക്കുന്ന ആത്മീയ അധികാരം ഭരണമേധാവിത്വമായിട്ട് രൂപാന്തരപ്പെട്ടു. പിന്നെ അതിനേക്കാൾ വിഷമമുണ്ടാക്കുന്ന കാര്യം എന്നറിയാമോ? രാജകീയ പൗരോഹിത്യ പദവി ദൈവത്താൽ നൽകപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഇവിടുത്തെ വിശ്വാസ സമൂഹം അൽമായർ, അവര് പൗരോഹിത്യത്തിൽ നിന്ന് തന്നെ അങ്ങ് അടർത്തി മാറ്റപ്പെടുന്നതായിട്ടുള്ള ഒരു അവസ്ഥ സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പം പ്രഥമ സഭയിലെ ഏത് അൽമായനോട് ചോദിച്ചാലും അൽമായൻ പറയും അച്ഛനാണ് പുരോഹിതനെന്ന്, അല്ലെങ്കിൽ വൈദികനാണ് പുരോഹിതനെന്ന് പറയും. അറിഞ്ഞോ അറിയാതെയോ തങ്ങൾക്ക് ദൈവം ദാനമായി നൽകിയിരിക്കുന്നതായിട്ടുള്ള രാജകീയ പൗരോഹിത്യത്തെ കുറിച്ചുള്ള ഒരു ശരിയായ അവബോധം തന്നെ നല്ലൊരു സമൂഹം അൽമായർക്കും ഇല്ലാതെ പോയിരിക്കുന്നു. എപ്പിസ്കോപ്പസിൽ കേവലം ആഡംബരത്തിന്റെയോ ആർഭാടത്തിന്റെയോ കാര്യം മാത്രമല്ല, എപ്പിസ്കോപ്പസിയെ സൂചിപ്പിക്കാനായിട്ട് ഇപ്പോഴും ആളുകൾ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ പഴയ നാടുവാഴ്ചയും ബ്രാഹ്മണ്യത്തിന്റെയും ഒക്കെ വിശേഷണങ്ങളായ പദപ്രയോഗങ്ങളാണ്. തിരുമേനി എന്ന് പറഞ്ഞാലും അരമന എന്ന് പറഞ്ഞാലും കൽപ്പന എന്ന് പറഞ്ഞാലും എല്ലാം അതിൻ്റെ പുറകിലുള്ളതായ സംസ്കാരം എന്ന് പറയുന്നത് ഈ നാടുവാഴിത്ത ബ്രാഹ്മണിക് കൾച്ചറാണ്. അതിന് യാതൊരു സംശയമില്ല. ഇതെല്ലാം മാറ്റിയെടുക്കാൻ ആവശ്യമായ ഒരു സമൂലമായ മാറ്റമാണ് തുടർ നവീകരണം എന്ന് പറയുമ്പോൾ എളിയവനായ ഞാൻ സ്വപ്നം കാണുന്നത്. അതിൻ്റെ ചില വശങ്ങൾ പെട്ടെന്ന് പ്രായോഗികമായിട്ട് തന്നെ പറഞ്ഞ് ചർച്ച അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഒന്ന്, പേരിൽ വരേണ്ട മാറ്റം സൂചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞതാ. മലങ്കര മാർത്തോമ്മ സുറിയാനി സഭ മലങ്കരയിൽ മാത്രമല്ല ഭാരതം മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞു. 5 ഭൂഖണ്ഡങ്ങളിലും നമ്മൾ വ്യാപിച്ചു കഴിഞ്ഞു. ഈ മലങ്കരയിൽ ആരംഭിച്ചത് കൊണ്ട് മലങ്കര എന്നുള്ളതായ പദം വന്നതാണ്. അതിനെ ആ രൂപീകരണത്തെ ആ രീതിയിൽ എതിർക്കാൻ ഒക്കില്ല. പക്ഷേ ഇനിയും ആ വാലും കൊണ്ട് നടക്കേണ്ടതായ യാതൊരു കാര്യവും ഇല്ല. ഇതൊരു ആഗോള സഭയാണ്. കേവലം മലങ്കരയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായ സഭയല്ല. മാത്രവുമല്ല, ഇന്ന് പ്രത്യേകിച്ചും ഭാരതത്തിൽ, കാരണം ഞാൻ മിഷണറി താല്പര്യമുള്ളൊരു വ്യക്തിയായതുകൊണ്ടും മിഷണറി പ്രവർത്തനങ്ങളിൽ ഉത്തരേന്ത്യയിലെ മിഷണറി പ്രവർത്തനങ്ങളിൽ കുറച്ചൊക്കെ നേരിട്ട് പങ്കാളിയാകുന്ന അതിന്റെ പിന്നണിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലും വളരെ വേഗത്തിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ വിശ്വാസം വളർന്നുകൊണ്ടിരിക്കുക. പക്ഷെങ്കിൽ ഇപ്പോഴും നമ്മൾ അവരോട് പറയുന്നത് നമ്മൾ പണ്ടെങ്ങാണ്ടെന്ന് കൊണ്ടുവന്ന യാക്കോബിന്റെ തക്സയും അതുപോലുള്ള കാര്യങ്ങളും എല്ലാം വേണം അവരുപയോഗിക്കേണ്ടതെന്ന്. ഒരളവിൽ ഏറെ വേദനാജനകം. അവരുടെ ഭാഷയിലും സംസ്കാരത്തിലും അടിസ്ഥാനപ്പെട്ട ഒരു ആരാധനാ രീതിയോ ഒരു സംസ്കാരമോ വളർത്തിയെടുക്കാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം നമ്മൾ എങ്ങു നിന്നോ കരഗതമാക്കിയതായ ചിലതിനെ അവരുടെ മണ്ടയിൽ അടിച്ച് ഏൽപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മള് തക്സായെ ഏറെ മാനിക്കുന്നവരല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ ഒരളവിൽ വിശ്വാസമാണോ വലുത്, തക്സാണോ വലുത്? വിശ്വാസമാണ് വലുത്. ദൈവവചനമാണോ വലുത്,
തക്സാണോ വലുത്? ദൈവവചനമാണോ വലുത്? യേശുക്രിസ്തു ആണോ? ഇന്നത്തെ നേതൃത്വമാണോ വലുത്? യേശുക്രിസ്തു ആ വലുത്. യഥാർത്ഥത്തിൽ സൂചികയായി എടുക്കേണ്ടത് വചനത്തെയും വിശ്വാസത്തെയും യേശുക്രിസ്തുവിനെയുമാണ്. അതുകൊണ്ടാണല്ലോ നവീകരണത്തിന്റെ ഊന്നലുകളായിട്ട് നമ്മൾ പറഞ്ഞു കഴിയുന്നത് 4 കാര്യങ്ങളാണ് പറയുന്നത്. 1, ക്രൈസ്റ്റ് അലോൺ, ക്രിസ്തു മാത്രം. 2, ഫെയ്ത്ത് അലോൺ, വിശ്വാസം മാത്രം. 3, ഗ്രേസ് അലോൺ, കൃപ മാത്രം. 4, സ്ക്രിപ്ചർ അലോൺ, ദൈവവചനം മാത്രം. പക്ഷെങ്കിൽ ഈ 4 തൂണുകളിലാണ് നവീകരണം യഥാർത്ഥത്തിൽ കെട്ടുപണി ചെയ്തിരിക്കുന്നത്. ഇന്ന് ഇതിനെയെല്ലാം മാറ്റിയിട്ട് വീണ്ടും നമ്മൾ ബാറയ്ക്കുമോർ കുറിയലായിസോൻ കൾച്ചറിലേക്ക് 1-2 പദങ്ങൾ നമ്മളെ ആദിമ പിതാക്കൾ അതിൽ നിന്നൊക്കെ ഒന്ന് ഒരു സിമ്പിൾ പോലെ ഉപയോഗിച്ചു. അല്ലാതെ തെറ്റൊന്നും എന്ന് പറയാൻ നോക്കില്ല. പക്ഷെങ്കിൽ ഇതെല്ലാം കളഞ്ഞതിന് ശേഷം ഇനി നമ്മൾ തിരിച്ചു പോകണമെന്നാണ് ഇന്ന് സഭയിൽ പലയിടത്തും, പ്രത്യേകിച്ച് ഒരു മെത്രാച്ചൻ തന്നെ കച്ച കെട്ടി അതിനുവേണ്ടി അങ്ങ് ഇറങ്ങിയിരിക്കുക. ഞാൻ അദ്ദേഹവുമായിട്ട് വ്യക്തിപരമായിട്ട് അങ്ങനെയുള്ളതായ കാര്യങ്ങൾ സംസാരിച്ച ഒരാളാണ്. അപ്പം പേരിൽ തന്നെ മാറ്റം വരണം. കാരണം പേരിൽ തന്നെ വരുന്ന മാറ്റം മുമ്പേ പറഞ്ഞ കാര്യങ്ങളുടെ സൂചകമാണ്. അതുപോലെ തന്നെ മലങ്കര എന്നുള്ളത്, സുറിയാനി എന്നുള്ളത്, ഇതെല്ലാം മാറിക്കഴിയുമ്പോൾ മാർത്തോമാ സഭ എന്ന് പറയുന്ന ആ ഒരു സ്വത്വം ഒരളവിൽ ഈ മാർത്തോമ എന്നുള്ളത് വളരെ ഗൗരവമാണ്. ഞാൻ അത് മാറണമെന്ന് പറഞ്ഞ വ്യക്തിയല്ല. കാരണം അറിയാമോ, ഇവിടെ വിശ്വാസവുമായി വന്ന് ഇവിടെ വിശ്വാസം ജീവിച്ചു കാണിക്കുകയും ഇവിടെ നട്ടു വളർത്തുകയും ചെയ്തതായ തോമാസ് ലീഹായുടെ പിന്തുടർച്ച ഈ സഭയ്ക്ക് ഉണ്ട് എന്നുള്ള രീതിയിൽ അത് അംഗീകരിക്കാനായിട്ട് നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. മാർത്തോമാ സഭ. എന്നാൽ രണ്ടാമത്തെ സംഭവിക്കേണ്ടതായ മാറ്റം എവിടെയാ? സഭാജീവിതത്തിലും വ്യക്തി കുടുംബ ജീവിതങ്ങളിലും ദൈവവചനത്തിലുള്ളതായ അതുല്യത അംഗീകരിക്കപ്പെടണം. ഞാൻ മുമ്പേ സൂചിപ്പിച്ചല്ലോ യോഹന്നാൻ മാർത്തോമായുടെ പാരമ്പര്യം. ഒരു പക്ഷെങ്കിൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതർക്കെല്ലാം അറിയാവുന്ന കഥയായിരിക്കും. എങ്കിൽ പോലും ദയവായി എന്നോട് ക്ഷമിക്കുക അത് പറയുന്നത്. 1948 ഓഗസ്റ്റ് മാസത്തിൽ യോഹന്നാൻ മാർത്തോമ അന്ന് ആംസ്റ്റർഡാമിൽ വെച്ച് കൂടിയതായ WCCയുടെ പ്രഥമ സമ്മേളനത്തിൽ സംബന്ധിക്കുവാനായി പോയ വഴിക്ക് ലണ്ടനിൽ ചില ദിവസങ്ങൾ താമസിക്കുകയുണ്ടായി. അന്ന് ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്തതായുള്ള റവറൻ ഡോക്ടർ KK ജോർജ് അച്ഛനായിരുന്നു ലണ്ടനിലെ മാർത്തോമാസ് ഇടവകയുടെ ഒരു ചെറിയ ഇടവകയായിരുന്നു അവൻ, വികാരി. അപ്പം മെത്രാപ്പൊലീത്ത ചെല്ലുന്നത് മനസ്സിലാക്കി അദ്ദേഹം കാന്റർബറി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഫിഷറുമായി ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ളതായ ക്രമീകരണങ്ങൾ ചെയ്തു. ഇപ്പം ജോർജ് അച്ഛനാൽ അനുധാവനം ചെയ്യപ്പെട്ട നമ്മളുടെ മെത്രാപ്പൊലീത്ത അദ്ദേഹവുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ആമുഖ സംഭാഷണങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആദരവ് പ്രകടിപ്പിക്കലിനും ശേഷം ഡോക്ടർ ഫിഷർ വളരെ പ്രാധാന്യമുള്ള സംഗതമായ ഒരു ചോദ്യം മെത്രാപ്പൊലീത്തയോട് ചോദിച്ചു. മാർത്തോമാ സഭയും യാക്കോബായ സഭയും തമ്മിലുള്ളതായ മുഖ്യ വ്യത്യാസം എന്താ? അന്ന് ഓർത്തഡോക്സ് സഭ ഉണ്ടായിട്ടില്ല. നമ്മളിന്ന് പറയുന്ന ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ ഉണ്ടായിട്ടില്ല. മാർത്തോമാ സഭയും യാക്കോബായ സഭയും. അപ്പം KK ജോർജ് ഏറെ തൽപരനായി തീർന്നു. എന്താ മറുപടി പറയാൻ പോകുന്നത്? കാരണം നമ്മള് നവീകരണ ചരിത്രം എഴുതുമ്പോൾ വിട്ടുകളഞ്ഞതും സ്വീകരിച്ചതുമായ കാര്യങ്ങളെ കുറിച്ചുള്ള ലിസ്റ്റൊക്കെ ഉണ്ട്. ഇതൊക്കെയാണോ പറയാൻ പോകുന്നത്? പക്ഷെങ്കിൽ അദ്ദേഹം വളരെ ക്ലിപ്തവും വളരെ ക്ലിഷ്ടവുമായ രീതിയിൽ പറഞ്ഞു, ഈ 2 സഭകൾ തമ്മിലുള്ളതായ മുഖ്യ വ്യത്യാസം എന്ന് പറയുന്നത് ഞങ്ങൾ അല്ലെങ്കിൽ മാർത്തോമാ സമൂഹം ദൈവവചനത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്നു എന്നുള്ളത് ആണെന്ന് പറയുകയുണ്ടായി. ദൈവവചനത്തിന് 1-ാം സ്ഥാനം, തുറന്ന വേദപുസ്തകത്തിന് മാർത്തോമാ സഭ 1-ാം സ്ഥാനം നൽകുന്നു. ഒരളവിൽ ഇത് തുടർ നവീകരണത്തിന്റെ മൂലക്കല്ല. തുടർ നവീകരണം ഗൗരവമായിട്ട്
തീരണമെങ്കിൽ സഭയിൽ ആനുകാലിക പ്രസക്തിയോടുകൂടി വേദപുസ്തകം പഠിക്കുന്നതായ രീതി ഉണ്ടാകണം. പക്ഷെ ഗതികേടെന്നെ അറിയാമോ? വേദപുസ്തകം പഠിക്കാൻ അൽമായക്കാർക്ക് യാതൊരു താല്പര്യമില്ല. അവർക്ക് ആകെ കുറച്ച് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം നിർവഹിച്ചു, പിന്നെ അറിഞ്ഞോ അറിയാതെയോ തെറ്റിദ്ധാരണാപരമായിട്ടുള്ള ചിന്തയും രൂപപ്പെട്ടിട്ടുണ്ട്. ക്രമമായിട്ട് കുർബാനയും കൊണ്ട് കുറിയായുസ്വനും ചൊല്ലി കവറും ഒക്കെ ഇട്ട് നടന്നു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകണം, സ്വർഗമാണ് എല്ലാവർക്കും താല്പര്യം. കർത്താവ് സ്വർഗത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകുക എന്നുള്ളതല്ലായിരുന്നു കർത്താവിന്റെ പരിപാടി. കർത്താവ് തന്നെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പറഞ്ഞതുകൊണ്ട് നിന്റെ രാജ്യം വരണം, ഈ ലോകത്തിൽ വരണം, നിന്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിറവേറ്റപ്പെടണം. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ദൈവത്തിന്റെ ഹിതം നിറവേറ്റപ്പെടുമ്പോൾ ഭൂമി തന്നെ സ്വർഗമാകുകയാണ്. പക്ഷെ അത് സഹനങ്ങളിൽ കൂടെയുള്ളതായ സംഘർഷങ്ങളിൽ കൂടെയുള്ള പ്രവൃത്തിയിൽ കൂടെ മാത്രമേ, അല്ലെങ്കിൽ പ്രയോഗങ്ങളിൽ കൂടെ മാത്രമേ അത് സംജാതമാകുകയുള്ളൂ. മറ്റേതാകുമ്പോൾ ഒരു വിഷമവുമില്ല. ചില ആംഗ്യങ്ങളും ചില കർമ്മങ്ങളും ചില ചിട്ടകളും ഒക്കെ പുലർത്തി അങ്ങ് മുന്നോട്ട് പോയാൽ മാത്രം മതി. അപ്പോൾ പേര് മാറണം. ഒരളവിൽ വചനം ആയിരിക്കണം അടിസ്ഥാനമായി തീരേണ്ടി. വചനത്തിനുള്ളതായ പ്രാമുഖ്യം നമ്മൾ വീണ്ടെടുക്കണം. ഒരളവിൽ നമ്മുടെ കൺവെൻഷനുകളൊക്കെ ആരംഭിച്ചത് തന്നെ, പഴയ ചരിത്രത്തിലേക്ക് പോയാൽ അറിയാം, കൺവെൻഷനുകളൊക്കെ ആരംഭിച്ചത് വേദപഠന കളരികളായിട്ട് സത്യം പറഞ്ഞാൽ. പക്ഷെ ഇന്ന് അവിടെയൊക്കെ എന്താ നടക്കുന്നത്? കാരണം ഓരോരുത്തരും കാണിച്ചു വെക്കുന്നതായുള്ള പല ഗോഷ്ഠികളും കാണുമ്പോൾ, അല്ലെങ്കിൽ പല വ്യാഖ്യാനങ്ങളും കേൾക്കുമ്പോൾ ആത്മരോഷം കൊള്ളുക അല്ലാതെ വേറെ മാർഗമൊന്നും ഇല്ല. മൂന്നാമത്, ദൈവം മുൻപാകെ തുറന്ന മനസ്സോടും താഴ്മയോടും സമർപ്പണത്തോടും നിൽക്കാനുള്ള ഒരു വലിയ ബാധ്യത നമ്മൾ ഏറ്റെടുക്കണം. മാർട്ടിൻ ലൂതർ തന്നെ വിചാരണ ചെയ്തതായ മാർപ്പാപ്പായുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞതായ വാക്കുകളുണ്ട്. ചില വാചകങ്ങളല്ല, ഒറ്റ വാചകമേ ഉള്ളൂ. ശരിയായിട്ട് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ദൈവമുൻപാകെയാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ നിലപാട് വിശദീകരിച്ചു കഴിഞ്ഞിട്ടാണ്. എങ്ങനെയെങ്കിലും ഇയാളെ റീകാൻഡ് ചെയ്യിപ്പിച്ചിട്ട് കത്തോലിക്ക സഭയാണ്, പോപ്പാണ് ശരിയെന്ന് വരുത്തി തീർക്കാനുള്ള ഹേമവും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ ദൈവമുൻപാകെ, കോറം ഡിയോസ്, ലാറ്റിനിൽ കോറം ഡിയോസ് എന്ന് വായിച്ച് കേട്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ പറഞ്ഞു കേട്ടിട്ടുള്ളൂ, ഞാൻ ദൈവമുൻപാകെയാണ് നിൽക്കുന്നത്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് ചെയ്യാനായിട്ട് സാധ്യമല്ല. ദൈവം എന്നെ തുണയ്ക്കട്ടെ. ഐ സ്റ്റാൻഡ് ബിഫോർ ഗോഡ്, നോ മോർ ദാൻ ദിസ് ക്യാൻ ഐ ഡു, മേ ഗോഡ് ഹെൽപ്പ് മീ. ഒരളവിൽ ഈ ഒരു നിലപാടാണ് നവീകരണത്തിന്റെ നിലപാട്. ഇന്ന് നമ്മൾ പക്ഷേ ഇത് എടുക്കാനായിട്ട് തയ്യാറാണോ? അൽമായർ എടുക്കാനായിട്ട് തയ്യാറാണോ? നാം നമ്മളോട് തന്നെ ചോദിക്കണം. മാത്രവുമല്ല, ദൈവം മുൻപാകെയുള്ള ഈ തുറന്ന നിലപാട് ഇപ്പം നമ്മുടെ സഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ധാർമ്മിക അപജയങ്ങളെ കുറിച്ചും അധപ്പതനങ്ങളെ കുറിച്ചും ഉള്ളതായ ഈ കഥകൾ കേട്ട് പലപ്പോഴും തലച്ചോറ് മന്ദിച്ചുകൊണ്ടിരിക്കുക. എന്താ കാര്യം? തങ്ങൾ ദൈവമുൻപിലാണ് ജീവിക്കുന്നത് എന്നുള്ള ആഴമായ ബോധ്യം പട്ടക്കാരെയും മേൽപ്പട്ടക്കാരെയും ജനങ്ങളെയും എല്ലാം വിട്ടുമാറിയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം അതിലെ 39:9 പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ വെച്ച് എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഉണ്ടായ ഒരു അവസ്ഥയിൽ പൊത്തിപ്പേറിന്റെ ഭാര്യ യാക്കോബിനെ ജോസഫിനെ തിന്മ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുമ്പോൾ ജോസഫ് പറയുന്ന ഒരു അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനമുണ്ട്, ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് ഞാൻ പാപം ചെയ്യുകയില്ല. ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് ഞാൻ പാപം ചെയ്യുകയില്ല. ഈ ഒരു തുറവിയുടെ ഒരു മനോഭാവത്തിൽ ദൈവമുൻപാകെ നിൽക്കുന്നതായ സമൂഹങ്ങളിൽ മാത്രമേ തുടർ നവീകരണം സംഭവ്യമാകുകയുള്ളൂ. അല്ലാത്തവരെല്ലാവരും കേവലം ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒക്കെ നിർവഹിച്ച് സ്വയതൃപ്തിയോടുകൂടെ ഇവിടെ ജീവിച്ചു പോകും. അതല്ലാതൊന്നും പറയാനായിട്ട് സാധ്യമല്ല. നാലാമത്, നമ്മുടെ ഇടയിലെ പ്രത്യേകിച്ച് മർത്തോമാ സഭയിൽ ഇന്നലെ ഒരു ദർശനവേദിയിൽ നടന്നതായിട്ടുള്ള വെബിനാറിന്റെ തലക്കെട്ട് തന്നെ നവീകരണവും കീഴാള സമൂഹവും ആയിരുന്നു.
അവിടെ തുറന്ന ചർച്ചകൾ നടന്നു. നമ്മൾ പറഞ്ഞതായ സുവിശേഷം കേട്ട് സർക്കാരിൽ നിന്നും അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള പല അവകാശങ്ങളും വിട്ടുകളഞ്ഞിട്ട് സഭയോട് ചേർന്നതായ പാവപ്പെട്ട വിശ്വാസികൾ, എനിക്ക് ദളിതരെന്നും സുറിയാനികളെന്നും പറയുന്ന പദം ഉപയോഗിക്കുന്നത് തന്നെ കാരണം അത് ഒരു സഭയെക്കുറിച്ചുള്ളതായ കാഴ്ചപ്പാടിന് എതിരാ. സഭ അങ്ങനെ വിഭജിക്കപ്പെടാനായിട്ട് പാടില്ല. പൗലോസനെ പറയുന്നുണ്ടല്ലോ, ഇവിടെ യവനെന്നില്ല, ശകരനെന്നില്ല, ബർബരനെന്നില്ല, ദാസനെന്നില്ല, സ്വതന്ത്രനെന്നില്ല, സ്ത്രീ എന്നില്ല, എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നാണ്. ഇതാണ് താത്വികമായിട്ടുള്ള ആദർശപരമായിട്ടുള്ള സഭയെക്കുറിച്ചുള്ളതായ കാഴ്ചപ്പാട്. ഇന്ന് നമുക്ക് പ്രശ്നമില്ലാത്തത് നമ്മൾ ആ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ സഭയെയും സഭയിൽ നടക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളെയും നോക്കിക്കാണാനായിട്ട് തയ്യാറല്ലാത്തത് കൊണ്ടാണ്, നോക്കിക്കാണാനായിട്ട് തയ്യാറല്ലാത്തത് കൊണ്ടാണ്. അപ്പം ഇന്ന് എന്തെല്ലാം വേർതിരിവുകളാ. ദളിതർക്ക് ഒരു പള്ളി, കഴിഞ്ഞിടയിൽ ഈ പ്രത്യേകിച്ച് നമ്മുടെ ഇടയിൽ നിന്ന് വിട്ടുപോയതായിട്ടുള്ള ബൊയ്യൽ യോഹന്നാൻ ആ ഗ്രൂപ്പിന്റെ ഒക്കെ അതിൽ ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു യുവതി അതിനെക്കുറിച്ചുള്ളതായ ഒരു പാട്ടൊരു വേദിയിൽ പാടി കേട്ടപ്പോൾ അവരെ ഉൾക്കൊള്ളുന്നതായിട്ടുള്ള വേദന എന്താണെന്ന് ആ പാട്ടൊന്നും ഓർത്തു ചൊല്ലാനുള്ള കഴിവ് എനിക്കില്ല. അതല്ല, പുലിയനൊരു പള്ളി, പറയനൊരു പള്ളി, മറ്റവന് വേറൊരു പള്ളി, ഈ രീതിയിലുള്ളതായ അവരുടെ വേദനകൾ. അത് മാത്രമല്ല, തെക്കൻ തിരുവിതാംകൂറിലും ഒക്കെ ഉള്ളതായ നമ്മുടെ ഇടയിൽ പോലും, ഈ മധ്യ തിരുവിതാംകൂറിൽ പോലുമുള്ള ദളിതരുടെ അവസ്ഥ ഇവിടുത്തെ സുറിയാനിക്കാരുടെ അവസ്ഥയോട് തട്ടിച്ചു നോക്കുമ്പോൾ ഇപ്പോഴും ഏറെ താഴെയാണ്. പക്ഷെങ്കിൽ ഇതൊന്നും നമ്മളെ മതിക്കുന്ന പ്രശ്നങ്ങളേ അല്ല. ഇതിനൊക്കെ എങ്ങനെ ഒരു പരിഹാരം വരുത്താനായിട്ട് സാധിക്കും? ഒരു കാലത്ത് തെക്കൻ തിരുവിതാംകൂറിൽ സ്റ്റാർഡ് ആരംഭിച്ചു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മളിന്ന് കടന്നുപോയത് ബയ്യമെത്രാപ്പൊലീത്ത അവിടെ ഡൈസൺ ബിഷപ്പായിരിക്കുമ്പോൾ സൈറസ് സാറിന്റെ ഒക്കെ കാരണം ഞാനും വന്യനായിട്ടുള്ള സൈറസ് സാറും ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. അവരുടെയൊക്കെ ഇതിൽ ആരംഭിച്ചത് സ്റ്റാർഡ്. പക്ഷെങ്കിൽ ഇന്ന് കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അന്ന് ആരംഭിച്ചതിന്റെ അത്രയും പോലും കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ നടക്കുന്നില്ല എന്ന് പറയേണ്ടി വരും. അപ്പൊ ഈ മേഖലയിൽ തുടർ നവീകരണം എന്ന് പറയുമ്പോൾ കേവലം വിശ്വാസ ആചാര സംബന്ധമായ നവീകരണങ്ങൾ മാത്രമല്ല, പ്രായോഗിക ജീവിതത്തിൽ തന്നെ ഏറെ മാറ്റങ്ങൾ സംഭവിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അഞ്ചാമത് ഞാൻ ഇതിനകം പരാമർശിച്ച വൈദിക പദവിയെ പൗരോഹിത്യ പദവിയായി നോക്കിക്കാണുന്ന ഈ മനോഭാവം മാറിയെങ്കിലേ ഒക്കൂ. യോഹന്നാൻ മാർത്തോമ്മ വളരെ പ്രകടമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, മാർത്തോമ്മ സഭയിൽ മധ്യസ്ഥ പൗരോഹിത്യമില്ല, പ്രാതിനിധ്യ പട്ടത്വം മാത്രമേ ഉള്ളൂ, പ്രാതിനിധ്യ പൗരോഹിത്യമല്ല. അതിന്റെ ആ രേഖ, ആ സർക്കുലർ വായിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. മാർത്തോമ്മ സഭയിൽ മധ്യസ്ഥ പൗരോഹിത്യമില്ല, അത് അംഗീകരിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ അംഗീകരിച്ചിരിക്കുന്ന പ്രാതിനിധ്യ പട്ടത്വം മാത്രമാണ്. കാരണം 100 പേരുള്ള ഒരു ഇടവകയിൽ 100 പേരും കൂടെ ചേർന്ന് കുർബാന ചൊല്ലാൻ ഒക്കില്ല, 100 പേരും കൂടെ ചേർന്ന് ഒരാൾക്ക് മാമോദിസ കൊടുക്കാൻ ഒക്കില്ല. അവിടെ ആ ജനങ്ങളുടെ പ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ട് അതിനുവേണ്ടി പട്ടം കൊടുക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ആളുകൾ, അവർ ജനങ്ങളുടെ പ്രതിനിധികൾ എന്നുള്ളതായ രീതിയിലാണ് അത് ചെയ്യുന്നത്. മാത്രമല്ല, ഒരു പ്രത്യേകിച്ചും ഒരു ഡോക്യുമെന്റ് തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ 1982 അഖില ലോക സഭാ കൗൺസിൽ WCCയിൽ BM ഡോക്യുമെന്റ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്റ് രൂപീകരണം സംബന്ധിച്ചതായ ചർച്ചകൾ. എന്നിട്ട് ആ ഡോക്യുമെന്റ് അവരുടെ സഭകൾക്കെല്ലാം, അംഗസഭകൾക്കെല്ലാം അയച്ചു കൊടുത്തു. അതിനെ സംബന്ധിച്ചുള്ളതായ ചർച്ചകൾ ആ അംഗസഭകളിൽ നടന്നു. അതിനോടുള്ളതായ നമ്മുടെ സഭയുടെ റെസ്പോൺസ് ഒരു ഭാഗ്യം പോലെ ഞാൻ കരുതുന്ന ആളാണ്. ആ സമയത്ത് ആ BM ഡോക്യുമെന്റ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത് 84-86 കാലഘട്ടത്തിലാണ്. 1900 അന്ന് സഭാ കൗൺസിൽ അംഗമായിരിക്കുവാൻ എളിയവനായ എനിക്കും സാധിച്ചിട്ടുള്ളതുകൊണ്ട് ആ ഡെലിബറേഷൻസിലൊക്കെ അംഗമായ ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മൾ അയച്ചു കൊടുത്തതായ റെസ്പോൺസിൽ അതിൻ്റെ ഒരു ഭാഗം ഇംഗ്ലീഷിലുള്ളത് ഞാൻ വായിക്കുക. നമ്മൾ The New Testament uses the term priest. The New Testament uses the term priest എന്ന് പറയുന്ന ആളുടെ വാക്ക്.
with reference to the community of believers only. The New Testament uses the term priest with reference to the community of believers only. No individual, lay or ordained is called a priest. The church has a priestly ministry in relation to the world, hence it is a priesthood. Church is a priesthood. When the ordained are called a priest in whatever sense, it would imply that the laity are not. ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയും. That violates the letter and the spirit of the New Testament, which sees the whole church as exercising a priestly ministry in the world. ഇത് മാർത്തോമാ സഭ കൗൺസിലും എല്ലാം അംഗീകരിച്ച് അയച്ചു കൊടുത്ത ഡോക്യുമെന്റാ പട്ടത്തെയും സംബന്ധിച്ച്. പക്ഷെങ്കിൽ ഇന്ന് നല്ലൊരു സമൂഹം അൽമായക്കാരുടെ ചിന്ത തന്നെ പട്ടക്കാരെല്ലാവരും പുരോഹിതരാണ്. അപ്പൊ അതിനനുയോജ്യമായ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഉണ്ട് താനും. പക്ഷെങ്കിൽ മാർത്തോമാ സഭയുടെ ഭരണഘടന വായിച്ചാൽ നമുക്കറിയാം, മാർത്തോമാ സഭയുടെ ഭരണഘടന വായിച്ചാൽ അവിടെ വളരെ വ്യക്തമായിട്ട് ഇക്കാര്യം പറയുന്നുണ്ട്. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ഭരണഘടനയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോഴേ. എന്നാൽ ഇത് സംബന്ധിച്ച് യോഹന്നാൻ മാർത്തോമായും മത്യൂസ് മാർ അത്തനേഷ്യസ് മെത്രാച്ചനും കൂടെ ചേർന്ന് സഭകൾക്ക് അയച്ച, പ്രത്യേകിച്ച് അത് സത്യം പഥ്യം ആ സംഘർഷത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ ചർച്ചകളൊക്കെ നടന്നത്. അയച്ചതായ ആ പൊതു സർക്കുലറിൽ അവർ രണ്ടുപേരും കൂടെ ചേർന്ന ജോയിന്റ് സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാനൊന്ന് കോട്ട് ചെയ്യാം. മധ്യസ്ഥ പൗരോഹിത്യ ഉപദേശം നമുക്ക് സ്വീകാര്യമല്ല. പിന്നെയോ പ്രാതിനിധ്യ പട്ടത്വമാണ് നാം അംഗീകരിച്ചിരിക്കുന്നത്. പട്ടക്കാരന് മധ്യസ്ഥതയിൽ കൂടെ മാത്രമേ ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം സാധ്യമാകൂ എന്ന് നാം പഠിപ്പിക്കുന്നില്ല. പ്രത്യുത സഭാസംബന്ധമായ ശുശ്രൂഷകളിൽ പട്ടക്കാരൻ സഭയെ പ്രതിനിധീകരിച്ച് അപേക്ഷകൾ കഴിക്കുകയും ദൈവനാമത്തിൽ പ്രബോധനങ്ങളും ആശീർവാദങ്ങളും നൽകുകയുമാണ് ചെയ്യുന്നത്. ഇന്നത്തെ കാഴ്ചപ്പാടുമായിട്ട് എന്ത് വ്യത്യാസമുണ്ട്? ഇവിടെ എന്നെ കേൾക്കുന്നതായ മാന്യ സ്നേഹിതര് തന്നെ സ്വയം ചോദിക്കണം, പട്ടത്വത്തെ സംബന്ധിച്ച് ഞാൻ വെച്ച് പുലർത്തുന്നതായുള്ള കാഴ്ചപ്പാട് ഇതിന് അനുയോജ്യമാണോ എന്നുള്ള കാര്യം നാം നമ്മോട് തന്നെ ചോദിക്കണം. ഞാൻ അവസാനത്തിലേക്ക് വരിക. ആറാമത്, സ്ത്രീകളുടെ പട്ടത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഈ ചർച്ചയിൽ പരാമർശിക്കപ്പെടേണ്ടിയിരിക്കുന്നു. സ്ത്രീകളുടെ പട്ടത്തെ സംബന്ധിച്ച കാര്യങ്ങളും ഈ ചർച്ചയിൽ പരാമർശിക്കപ്പെടേണ്ടിയിരിക്കുന്നു. മുകളിൽ പരാമർശിച്ചിട്ടുള്ള BM ഡോക്യുമെന്റ് സംബന്ധിച്ച നമ്മളുടെ സഭയുടെ റെസ്പോൺസിൽ പറഞ്ഞിരിക്കുന്നത്, സ്ത്രീകൾക്ക് പട്ടത്വം നൽകുന്നതിൽ സംസ്കാരപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് ഒഴിച്ച് വചന സംബന്ധമായോ വിശ്വാസ സംബന്ധമായോ പ്രശ്നങ്ങൾ ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഇത് നമ്മൾ കൗൺസിൽ ചർച്ച ചെയ്ത് പല തിയോളജിക്കൽ നമുക്കൊരു കമ്മീഷൻ ഉണ്ടല്ലോ, പലയിടത്തും ചർച്ച ചെയ്ത് അംഗീകരിച്ച ഒരു പ്രസ്താവനയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എന്നാൽ യാഥാസ്ഥികരായ ആളുകളുടെ എതിർപ്പിനെ ഇക്കാര്യത്തിൽ നമുക്കൊട്ടും മുൻപോട്ട് പോകുവാൻ കഴിഞ്ഞിട്ടില്ല. ആഗോള കത്തോലിക്ക സഭ പോലും ആദരണീയനായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ ഇക്കാര്യങ്ങളിൽ ഏറെ മുൻപോട്ട് പോയി കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ നമുക്ക് ഒട്ടും മുൻപോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല. മാരാമണ്ണ് സ്ത്രീകളുടെ വൈകിട്ടത്തെ മീറ്റിങ്ങിലുള്ള പ്രവേശനം സംബന്ധിച്ച് തന്നെ നടന്ന കോലാഹലങ്ങളൊക്കെ നമുക്കറിയാം. അതിപ്പോഴും അവിടെ കിടക്കുന്നേ ഉള്ളൂ, അവിടെ കിടക്കുന്നേ ഉള്ളൂ. ഏതാ പുറത്തുമല്ല അകത്തുമല്ല എന്ന് പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ വാടിയതുമല്ല തിളപ്പിച്ചതുമല്ല ഇടപാടപ്പെട്ടതായ അവസ്ഥയിൽ ഇവിടെ കിടക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പം അടുത്തിടയിൽ തന്നെ വായിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ചില ഇടവുകളിലൊക്കെ പ്രത്യേകിച്ച് വിദേശ ഇടവുകളിലൊക്കെ സ്ത്രീകളെ അൽമായ ശുശ്രൂഷകരായി തെരഞ്ഞെടുത്തു. പക്ഷെങ്കിൽ യഥാർത്ഥത്തിൽ ലേ മിനിസ്ട്രന്റ്, അൽമായ ശുശ്രൂഷകൾ, ലേ മിനിസ്ട്രന്റ്, അവിടെ ലിംഗപരമായിട്ടുള്ള അല്ലെങ്കിൽ അൽമായ ശുശ്രൂഷകർ ലിംഗപരമായിട്ടുള്ള യാതൊരു സൂചനയുമില്ല.
എന്നാൽ അതിന് അനുവാദം കൊടുക്കാനായിട്ട് ബന്ധപ്പെട്ട എപ്പിസ്കോപ്പ ഒളിച്ചു കളിക്കുകയാണെന്ന് അറിയുന്നു. അവിടെ സ്വയം തടി രക്ഷിക്കാനായിട്ടായിരിക്കും സിനഡും ഒരു കളി കളിച്ചിരിക്കുക. എന്നറിയാമോ? ലീഗൽ അഫയേഴ്സ് കമ്മിറ്റിക്ക് വിട്ടുകൊടുത്തിരിക്കുക. ഇതെല്ലാം വെറും രക്ഷപ്പെടൽ തന്ത്രങ്ങൾ മാത്രമാണ് എന്ന് പറയാതിരിക്കാനായിട്ട് സാധ്യമല്ല. ഞാൻ അവസാനിപ്പിക്കുക. വേറെ ഏറെ കാര്യങ്ങൾ പറയാനുള്ളത് എനിക്കറിയാം. സമയത്തിന്റെ പരിമിതികൾ കൊണ്ട് മാത്രം അവസാനിപ്പിക്കുക. മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നമുണ്ട് എന്നുള്ളതായ ആ പ്രസംഗം, ആ പ്രഭാഷണം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം. എന്ന് പറഞ്ഞാൽ കറുത്തവനും വെളുത്തവനും എല്ലാവരും കൂടെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് കൂട്ടായ്മയിൽ സഹവർത്തിത്വത്തിൽ കഴിയുന്നതായ ഒരു പുതിയ അമേരിക്കയെ കുറിച്ചുള്ളതായ സ്വപ്നമാണ്. അതുപോലെ ഞാൻ പറയട്ടെ, എനിക്കൊരു സ്വപ്നമുണ്ട്. എന്താണെന്നറിയാമോ? 77 വയസ്സ് നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 77 വയസ്സിലെ മധ്യത്തിലാണ് നിൽക്കുന്നത്. കടന്നു പോകുന്നതിന് മുമ്പെങ്കിലും ഇവിടെ സ്ത്രീകൾ മധുബായിലെങ്കിലും ഒന്ന് കയറുന്നത് കണ്ടിട്ട് കടന്നു പോകണം. അവർ പട്ടക്കാരെ കണ്ട് അവർ കുർബാന ചൊല്ലുന്നത് കണ്ട് ആ കുർബാനയിൽ പങ്കെടുത്തതിന് ശേഷം കടന്നു പോകുവാനായിട്ട് ദൈവം അനുവാദം തരുമെങ്കിൽ ഏറെ ഞാനതിൽ സന്തോഷിക്കും. ഞാൻ അവസാനിപ്പിക്കാം. നമുക്ക് തുടർ നവീകരണത്തെക്കുറിച്ച് സ്വപ്നം കാണാനായിട്ട് സാധിക്കണം. സ്വപ്നങ്ങളുള്ളതായ ജനതയ്ക്ക് മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് ഒക്കെയുള്ളൂ. കഴിഞ്ഞ ദിവസം തന്നെ ബഹുമാനായ കെ ബ്രാച്ചൻ പറഞ്ഞല്ലോ, ഈ ട്രഡീഷണലിസവും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ ഇരിക്കുന്നവർ പലരും ആ പ്രഭാഷണം കേട്ടവരാ, ഓർക്കുന്നുണ്ടായിരിക്കാം. അദ്ദേഹം പറഞ്ഞു, ട്രഡീഷൻ എന്ന് പറയുന്നത് എന്തുവാ? ഞാനത് എഴുതിയിട്ടിട്ടുണ്ട്. ട്രഡീഷൻ ഈസ് ദി ലിവിങ് ഫെയ്ത്ത് ഓഫ് ദി ഡെഡ്. ട്രഡീഷൻ ഈസ് ദി ലിവിങ് ഫെയ്ത്ത് ഓഫ് ദി ഡെഡ്. അതേസമയം എന്താ ട്രഡീഷണലിസം? ട്രഡീഷണലിസം ഈസ് ദി ഡെഡ് ഫെയ്ത്ത് ഓഫ് ദ ലിവിങ്. ട്രഡീഷൻ എന്ന് പറയുന്നത് മരിച്ചവരുടെ സജീവമായ വിശ്വാസമാണ് ട്രഡീഷൻ. മരിച്ചവരുടെ കടന്നുപോയതായ തലമുറയുടെ വളരെ സജീവമായ ഡൈനാമിക് ആയിട്ടുള്ള വിശ്വാസമാണ്. എന്ന് പറഞ്ഞാൽ നവീകരണ പിതാക്കളുടെ വിശ്വാസമാണ് നമ്മുടെ ട്രഡീഷൻ. എന്നാൽ നാം ട്രഡീഷണാലിസത്തിലേക്ക് അങ്ങ് അധപതിച്ചു പോയാൽ നമ്മളുടെ ചത്ത വിശ്വാസവും തലയിലേറ്റി നടക്കുന്നവരായി നമ്മൾ അവസാനിക്കും. ചത്ത വിശ്വാസവും തലയിലേറ്റി നടക്കുന്നവരായി നമ്മൾ തീരും. അങ്ങനെ തീരാതിരിക്കട്ടെ എന്നുള്ളതായ പ്രാർത്ഥനയാണ് എനിക്കുള്ളത്.